ഇടുക്കി കുഞ്ചിത്തണ്ണിയിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ ഡ്രൈവർക്ക് പരിക്കേറ്റ സംഭവത്തിൽ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന്. ട്രാൻസ്ഫോമറും റിസോർട്ടിന്റെ മതിലും തകർത്ത ലോറി റോഡിലേക്ക് മറിയുകയായിരുന്നു. ആദ്യം ആ ദൃശ്യങ്ങൾ. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണത്. അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് കൂടുതലായി മനസ്സിലാവുന്നത് എന്താണ് രാഹുൽ വിജയൻ? ഇത് രാവിലെ 6:45 കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. നമ്മൾ രാവിലെ നൽകിയ വാർത്തയിലും പറഞ്ഞിരുന്നു, ഇതൊരു റിസോർട്ടിന് സമീപത്ത് വെച്ചാണ് ഈ ലോറി അപകടത്തിൽപ്പെടുന്നത്. കുത്തിറക്കത്തിലായിരുന്നു. ആ റിസോർട്ടിന്റെ മതിലും അതുപോലെ തന്നെ ജനറേറ്ററും ഉൾപ്പെടെ ഈ ലോറി അപകടത്തിൽ നശിക്കുകയും ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ CCTV ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് അതിന്റെ ഒരു ഭീകരത മനസ്സിലാക്കുന്നത്. ആ റിസോർട്ടിന് സമീപത്തായി പാർക്ക് ചെയ്തിരുന്ന ഒരുപാട് വാഹനങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുമ്പ് അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു കാർ മുന്നോട്ടെടുക്കുകയുണ്ടായി. ആ ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് അമിത വേഗതയിൽ വരുന്നത് കണ്ട ഡ്രൈവർ വാഹനം അവിടെ നിർത്തുകയായിരുന്നു. പിന്നോട്ടെടുക്കാനുള്ള ഒരു സാവകാശം കിട്ടിയിരുന്നില്ല. ഒരുപക്ഷെ ഒരല്പം മുന്നോട്ട് ആ വാഹനം നീങ്ങിയിരുന്നുവെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറത്തേക്ക് പോയിരുന്നേനെ. എന്തായാലും വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ലോറി അപകടത്തിലും ഡ്രൈവർക്ക് നിസ്സാര പരിക്കേ ഉള്ളൂ. മറ്റു വലിയ നാശനഷ്ടങ്ങളുണ്ട്. KCBയുടെ ഒരു ട്രാൻസ്ഫോമർ തകർന്നിട്ടുണ്ട്. മാത്രമല്ല, ഒരു റിസോർട്ടിന്റെ മതില് തകർന്നു. അതുപോലെ തന്നെ ഒരു ജനറേറ്റർ തകർന്നു. അങ്ങനെ സാമ്പത്തിക നഷ്ടം ഒരുപാടുണ്ട്. പക്ഷേ ആളുകളുടെ ജീവന് ഒരു ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുന്ന ഒരളവിലേക്ക് ആ അപകടം മാറിയില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ആ CCTV ദൃശ്യങ്ങൾ ആ അപകടത്തിന്റെ തീവ്രത എത്രത്തോളമായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ഭീകരത എത്രത്തോളമായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.